വർക്ക്ഷീറ്റ് 22 ലെറ്റ്സ് ആഡ് ആൻഡ് കംപ്ലീറ്റ് ദ നമ്പർ ചെയിൻ. അതായത് ആഡ് ചെയ്തിട്ട് നമ്പർ ചെയിന് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്, പൂർത്തിയാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ചുവട്ടിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് നോക്കൂ, നമ്പർ ഏതാണ്? 4 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 4 ആൻഡ് ഡാഷ് മേക്ക് 7. അപ്പോൾ ഏതാണ്? 4ൻ്റെ കൂടെ എത്ര വന്നാലാണ് 7? 4 കഴിഞ്ഞാൽ എണ്ണൂ, കൗണ്ട് ചെയ്യൂ. 4 കഴിഞ്ഞാൽ 5, 6, 7. അപ്പോൾ എത്രയാണ്? 4 ആൻഡ് 3 മേക്ക് 7. അപ്പം നെക്സ്റ്റ് സർക്കിളിൽ നിങ്ങൾ എന്ത് എഴുതുക? 3 എന്ന് എഴുതുക. ഒരു സർക്കിളിൽ 7 എന്നുണ്ട്. ഇനി 7 ആൻഡ് ഡാഷ് മേക്ക് 10. 7ൻ്റെ കൂടെ എത്രയും കൂടി വന്നാലാണ് 10 ആവുക. കൗണ്ട് ചെയ്യാം. 7 കഴിഞ്ഞാൽ 8, 9, 10. എത്രയാ? 3 അല്ലേ. അപ്പം 3 എന്ന് നെക്സ്റ്റ് സർക്കിളിൽ എഴുതുക. അപ്പം 7 ആൻഡ് 3 മേക്ക് 10. ഇപ്പോൾ 3 എന്നുള്ള നമ്പറിൽ നിന്ന് എന്താണ് 2 ചെയിൻസ് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ഏതൊക്കെയായിരിക്കാം? 3 എന്നുള്ള നമ്പർ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് 3 കിട്ടുക? അപ്പോൾ ഏതൊക്കെയാണ്? 1, 2. 1 + 2 അല്ലേ 3. അല്ലെങ്കിൽ 2 എന്നും 1 എന്നും എഴുതാം. രണ്ടായിട്ടും കുഴപ്പമില്ല കേട്ടോ. ഇനി 6 എന്നുള്ള നമ്പറിൽ നിന്ന് 2 ചെയിൻസ് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ 6 എന്നുള്ള നമ്പർ ഏതൊക്കെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് 6 കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് 5ഉം 1ഉം ആഡ് ചെയ്താൽ എന്താ? 6 അല്ലേ. 6ൻ്റെ തൊട്ട് മുന്നത്തെ നമ്പർ 5 അല്ലേ. അപ്പോൾ 5ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 6 ആണ്. അപ്പോൾ നമുക്ക് 5, 1 എന്ന് എഴുതാം. അത് തിരിച്ചും 1, 5 എന്നും എഴുതാം കേട്ടോ. ഏതെങ്ങനെ വേണമെങ്കിലും എഴുതാം. ഞാൻ നെക്സ്റ്റ് നോക്കുക, 4 എടുക്കുക. 5ൻ്റെ തൊട്ട് മുന്നത്തെ നമ്പർ 4 അല്ലേ. അപ്പോൾ 4ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 6 വരിക? 2 അല്ലേ. അപ്പോൾ 4, 2 എന്ന് എഴുതാം. നെക്സ്റ്റ് 3 എന്ന് ആഡ് ചെയ്യാം അല്ലേ. 3ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോഴല്ലേ 6. ഇനി അടുത്തത് എന്താണ്? നമുക്ക് തന്നിട്ടുണ്ട് 6ഉം പിന്നെ ഏതൊരു നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും തന്നിട്ടുണ്ട്? 10 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് 10 വരിക? 6ൻ്റെ കൂടെ കൗണ്ട് ചെയ്യൂ. 6 കഴിഞ്ഞാൽ 7, 8, 9, 10. അപ്പോൾ എത്രയാണ്? 4 നമ്പേഴ്സ് അല്ലേ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 6ഉം 4 എന്ന് എഴുതുക. അപ്പോൾ എന്താ വരിക? 10 അല്ലേ. ഇനി ഈ 4ൽ നിന്ന് 2 ചെയിൻസ് പോകുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെ എഴുതാം? നമുക്ക് 3, 1 എന്ന് എഴുതാം. 2, 2 എന്ന് എഴുതാം. ഓക്കെ. ഇനി ലാസ്റ്റിൽ ഈ 10ഉം കൂടിയും ചേർന്നിട്ടാണ് എന്താവണത്? 20 ആണ്. നെക്സ്റ്റ്, the number in each circle is the sum of the numbers in boxes against them. അതായത് ഓരോ സർക്കിളിലും ഉള്ള നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ നേരെയുള്ള ബോക്സസിലെ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചോട്ടിൽ നോക്കുക, നമുക്ക് സർക്കിളിൽ 8 എന്ന് തന്നിട്ടുണ്ട്. കണ്ടില്ലേ? ആ 8ൻ്റെ നേരെയുള്ള ബോക്സിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 5ഉം 3ഉം അല്ലേ. നമുക്കറിയാം 5 ആൻഡ് 3 മേക്ക് എന്താണ്? 8 എന്നറിയാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? കംപ്ലീറ്റ് ദ മിസ്സിംഗ് വൺസ്. വിട്ടുപോയത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാലോ. നെക്സ്റ്റ് സർക്കിൾ നമുക്ക് തന്നിട്ടില്ല അല്ലേ. അപ്പോൾ അത് ഏതാ? ആ സർക്കിളിൻ്റെ നേരെയുള്ള ബോക്സസ് ഏതൊക്കെയാണ്? 2ഉം 8ഉം. അപ്പോൾ 2ഉം 8ഉം ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 10 അല്ലേ. അപ്പം 10 എന്ന് ആ സർക്കിളിൽ എഴുതുക. നെക്സ്റ്റ് സർക്കിൾ നോക്കൂ, ആ സർക്കിളിൻ്റെ നേരെയുള്ള ബോക്സസ് ഏതൊക്കെയാണ്? ബോക്സസിലെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 3ഉം 8ഉം. അപ്പോൾ 3ഉം 8ഉം ആഡ് ചെയ്യുമ്പോൾ 3 ആൻഡ് 8 മേക്ക് എത്രയാ? 11 ആണ്. ആ സർക്കിളിൽ 11 എന്ന് എഴുതുക. നെക്സ്റ്റ് നോക്കുക, 5ഉം 2ഉം ആണ് അല്ലേ. 5ഉം 2ഉം എത്രയാണ് വരിക? 7. അപ്പോൾ 7 എന്ന സർക്കിളിൽ എഴുതുക. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റിലും കൂടിയും ചെയ്യാം. ഇവിടെ നമുക്ക് സർക്കിളിൽ 11 തന്നിട്ടുണ്ട്. അതിൻ്റെ നേരെയുള്ള ബോക്സസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 6 എന്ന നമ്പർ തന്നിട്ടുണ്ട്. ഒരു ബോക്സിൽ നമ്പർ മിസ്സിംഗ് ആണ്. നമുക്ക് കണ്ടുപിടിക്കാമല്ലോ എന്താണ്. പിന്നെ ഏതൊരു നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് 11. 6ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 11 കിട്ടുക? എത്രയാ? 5 അല്ലേ. 5 എന്ന ബോക്സിൽ എഴുതുക. സർക്കിളിൽ 9 എന്ന നമ്പർ തന്നിട്ടുണ്ട്. 9ൻ്റെ നേരെയുള്ള ബോക്സിൽ എന്താണ്? ഒരു നമ്പർ ഏതാണ്? 6 ആണ്. അപ്പോൾ ദെൻ വിച്ച് നമ്പർ ടു ബി ആഡഡ് ടു 6 ടു ഗെറ്റ് 9? നമ്മൾ കണ്ടുപിടിക്കണം. ഏത് നമ്പറാണ്? 3 അല്ലേ. അപ്പോൾ 6 ആൻഡ് 3 മേക്ക് 9. അപ്പോൾ 3 എന്ന ബോക്സിൽ എഴുതുക. ഇനി നെക്സ്റ്റ് നോക്കുക, ഇവിടെ സർക്കിളിൽ നമുക്ക് നമ്പർ തന്നിട്ടില്ല. സർക്കിളിൻ്റെ നേരെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 4ഉം 5ഉം ആണ്. അപ്പോൾ നമ്മൾക്കറിയാം 5 ആൻഡ് 4 മേക്ക് എത്രയാ? 9 എന്ന ചോട്ടിലെ സർക്കിളിൽ എഴുതുക. നെക്സ്റ്റ് ഇനി ഒരു സർക്കിളും കൂടി ഫില്ല് ചെയ്യാനുള്ളൂ. ആ സർക്കിളിൻ്റെ നേരെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 3 ഉണ്ട് 4 ഉണ്ട് അല്ലേ. അപ്പോൾ 3 ആൻഡ് 4 മേക്ക് എത്രയാണ്?
7 എന്നുള്ളത് സർക്കിളിൽ എഴുതുക. വർക്ക്ഷീറ്റ് 23. ലുക്ക് അറ്റ് ദീസ് നമ്പേഴ്സ്. ചോട്ട് തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നൗ റൈറ്റ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ബിലോ. അതായത് ചോട്ടിലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏതൊക്കെ നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്? 10, 8, 12, 6, 9, 15, 17, 5, 3, 13, 11. സ്മോളസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 5 അല്ലേ? 5 എന്ന് ആൻസർ ചെയ്തുക. നെക്സ്റ്റ് എന്താണ്? ദ ബിഗ്ഗസ്റ്റ് നമ്പർ, അതായത് ഏറ്റവും വലിയ നമ്പർ അതേതാണ്? 17 അല്ലേ? അപ്പോൾ 17 എന്ന് ആൻസർ ചെയ്തുക. നെക്സ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്പേഴ്സ് ബിലോ 10. 10ൻ്റെ താഴെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? 9 ഉണ്ട്, 8 ഉണ്ട്, 6 ഉണ്ട്, 5 ഉണ്ട്. ദെൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 10 ആൻഡ് 15, അതായത് 10ൻ്റെയും 15ൻ്റെയും ഇടയിലുള്ള നമ്പേഴ്സ്. അപ്പോൾ 10 കഴിഞ്ഞാൽ 10നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല, 15നെയും ഇൻക്ലൂഡ് ചെയ്യില്ല, രണ്ടിൻ്റെയും ഇടയിലുള്ള നമ്പേഴ്സാണ്. അപ്പോൾ ഏതൊക്കെയാണ്? 11, 12, 13. നെക്സ്റ്റ് ദ നമ്പർ എബവ് 15, അതായത് 15ൻ്റെയും മുകളിലുള്ള നമ്പർ. അപ്പോൾ അതേതാണ്? 17 അല്ലേ? റൈറ്റ് ദീസ് നമ്പേഴ്സ് ഇൻ ഓർഡർ, അതായത് ഓർഡറിൽ ഈ നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്, ക്രമത്തിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് വരിക? സ്മോളസ്റ്റ് ടു ദി ലാർജസ്റ്റ് അല്ലേ? ഓർഡറിൽ എഴുതാൻ പറഞ്ഞു വെച്ചാൽ സ്മോളസ്റ്റ് ടു ദി ലാർജസ്റ്റ് ആണ്. ഫസ്റ്റ് നമ്പർ ഏതാ ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ? സ്മോളസ്റ്റ് നമ്പർ ഏതാ? 5, നെക്സ്റ്റ് 6, നെക്സ്റ്റ് 8, നെക്സ്റ്റ് 9, ദെൻ 10, 11, 12, 13, 15, 17 ഇങ്ങനെ എഴുതുക. ഈ യൂണിറ്റോട് കൂടി ഫസ്റ്റ് ടേം എക്സാമിൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് ടേമിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാമായിട്ട് ഡിസ്കസ് ചെയ്യാം, റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ക്ലാസ്സസ് ഇഷ്ടമാവുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ഒന്ന് വേണേ. ഓക്കെ, താങ്ക് യു.